കണ്ടന്റ്. ഇന്നൊരു ഹെവി ടാസ്ക് ആണ് ഗൈസ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. എന്താണെന്നല്ലേ, വാ കാണിച്ചു തരാം. അകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചീറ്റിപ്പോയി. ഞാൻ ഇത് കഴുകയപ്പിച്ചത് ഇവിടെയാണ്. അപ്പോൾ അവൾ ഇവിടെ മാത്രം കഴുകി വെച്ചു. ഇവിടെ ഉണ്ടോ ആ ചെളി അതേപടി ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാഴയ്ക്ക് തടയിട്ട് തുറക്കുന്നുണ്ടോ പിണ്ടി കട്ട് ചെയ്യാൻ പോയത്. ഇതാണ് അവസ്ഥ. എന്താ അല്ലേ, വാ. നമ്മൾ കഴിഞ്ഞ ദിവസം വാഴയ്ക്ക് തടയെടുത്തു. ബാക്കി ഇവിടെ കുറേ കാടൊക്കെ ഉണ്ട്. ആ കാടൊക്കെ നമ്മൾ ഇന്നൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാനുള്ള പരിപാടിയാണ്. ഇത്രയും സ്ഥലം ഇത് ഫുള്ള് റെഡിയാക്കി ഇന്ന് കയറി പോകാം. അതാണ് ഇന്നത്തെ ടാസ്ക്. ഓക്കെ, നമുക്ക് നോക്കാം. പണിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കണെയാ. അത് അവക്കാഡോ. അങ്ങനെ ഇന്നത്തെ ദൗത്യം ഇവിടെ തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ വാക്കത്തി കൊണ്ട് അത്യാവശ്യം വലുതായിട്ട് നിന്ന ആ കാട് പോലെ നിന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലത്ത് വീണ് കിടന്ന ഈ തെങ്ങിൻ്റെ ഓല ഒക്കെ ഒന്ന് വെട്ടി ഒതുക്കി അത് നമുക്ക് തീ കത്തിക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഇതാ തെങ്ങിന് തടമിട്ടു. തെങ്ങിന് ആ ചുറ്റുമുള്ള ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി അതിൻ്റെ ചോട്ടിലേക്ക് ഇട്ടു. പിന്നെ മണ്ണും കുറച്ച് വാരിയിട്ടു. അതാണ് തടമിടുക എന്നുള്ളത് ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആ കടപുഴകി കിടന്ന വാഴയുടെ ഇലയെല്ലാം കൊണ്ടുപോയി തെങ്ങിൻ്റെ ചോട്ടിലും മറ്റ് വാഴകളുടെ ചോട്ടിലൊക്കെ ഇട്ട് ഒതുക്കി. പിന്നെ ആ വാഴയ്ക്ക് തടമെടുത്തു. പിന്നെ നമ്മുടെ കുഞ്ഞൻ അവക്കാഡോ ചെടിയുടെ ചുറ്റും കുറച്ച് മണ്ണും ബാക്കി വേസ്റ്റ് ഒക്കെ എടുത്തിട്ടു. നല്ലോണം തഴച്ചു വളരട്ടെ. 2-3 വർഷം കൊണ്ട് നമുക്ക് അവനെ കൊണ്ട് കായ്പ്പിക്കണം. അപ്പോൾ അങ്ങനെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോ, ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ വീഡിയോ ഹൈപ്പർ ലാപ്സ് വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ ക്ലിപ്പ് ഒരു 2-3 മിനിറ്റിൽ ഒതുങ്ങി കിട്ടുന്ന രീതിയിൽ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ആ കാലാവസ്ഥയുടെ വ്യതിയാനം നിങ്ങൾക്ക് മനസ്സിലാവും. മഴക്കാലമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ വെയിൽ തെളിഞ്ഞു വരുന്നതും പിന്നെ വീണ്ടും മങ്ങുന്നതും ഒക്കെ ആ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം നമ്മൾ പറമ്പിൽ പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തൂമ്പയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കനം കൂടും. 2 ഇരട്ടിയോ 3 ഇരട്ടിയൊക്കെ ആയിട്ട് കനം കൂടും. കാരണം എന്താണെന്നറിയോ, ഈ മണ്ണ് പറ്റിപ്പിടിച്ചിരിക്കും. തൂമ്പയുടെ മുമ്പിലും പുറകിലുമായിട്ട് മണ്ണ് നല്ലോണം പറ്റിപ്പിടിക്കും, നനവുള്ള മണ്ണായതുകൊണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുത്തി ക്ലീൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇരട്ടി പണിയെടുക്കുന്നത് തുല്യമാവും. അപ്പോൾ 2 കിലോ ഉള്ള തൂക്കമുള്ള തൂമ്പയാണെങ്കിൽ അത് 4 കിലോയോ 5 കിലോയോ ഒക്കെ ആയി മാറും മണ്ണിൻ്റെ കനം കൊണ്ട്. ഇതുണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം കടപുഴകിയ വാഴയത്. അപ്പോൾ ആ വാഴയുടെ ഈ തട വച്ചിട്ട് നമുക്കൊരു സംഭവം ചെയ്യാൻ പറ്റും. ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അത് ഇപ്പോൾ പുറകെ കാണിക്കാം. ഓക്കെ, നമ്മുടെ പറമ്പ് നൈസായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഏറെക്കുറെ ഒരു 20% സ്ഥലം നമ്മൾ പണി കഴിഞ്ഞു. ഓക്കെ, ബാക്കി നമുക്ക് ഉടനെ തീർക്കാം. ഇന്നത്തെ പണി കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള കറിക്കുള്ള താളും തോരനുള്ള വേലിച്ചീരയും നമുക്ക് ഈ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് റെഡിയാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പണി ഫിനിഷ് ചെയ്ത് പെട്ടെന്ന് കയറി ചെല്ലണം. വാ. ഞാൻ പറഞ്ഞില്ലേ കാലാവസ്ഥ മാറുന്ന സംഭവം കാണാൻ പറ്റുന്നു. ഇതുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നിയും തെളിഞ്ഞ് നിൽക്കുന്നുണ്ടോ സൂര്യൻ. ഇടയ്ക്ക് നല്ല പ്രകാശം വരും കണ്ടോ. ഇടയ്ക്ക് വീണ്ടും അത് ഡിമ്മാവും, വീണ്ടും അതുപോലെ വീണ്ടും തെളിഞ്ഞു വരും, വീണ്ടും ഡിമ്മാവും. അപ്പോൾ എന്നാലും വലിയ ശക്തിയുള്ള വെയിലല്ലാണ്ട് തെളിഞ്ഞത്. മഴ അത്യാവശ്യം മഴയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ വെയിലിനും ശക്തി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പണിയെടുത്ത് ഇരിക്കുന്ന സമയത്ത് അവളിടയ്ക്ക് കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് നല്ല ചൂടൻ കഞ്ഞിവെള്ളമായിരുന്നു. അത് കുടിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, എനർജി ഡ്രിങ്കാണ് അതൊക്കെ. നമ്മുടെ നാടൻ ഓർഗാനിക് എനർജി ഡ്രിങ്ക്. അത് കുടിച്ചാൽ വീണ്ടും പൂർവാധികം ശക്തിയോടെ നമുക്ക് എന്താ പറയുക, റീജനറേറ്റ് ചെയ്യും നമ്മുടെ എനർജി. എന്താല്ലേ. അപ്പോൾ നമ്മൾ പകുതിയായില്ല, ഒരു 25% പണിയായപ്പോഴേക്കും നല്ല മഴ. അപ്പോൾ എന്നാലും വിശ്രമിക്കാം നമുക്ക്. ഒരു അരമണിക്കൂറിൽ മഴ മാറുമായിരിക്കും. നമുക്കൊരു അരമണിക്കൂർ ഫുഡൊക്കെ കഴിച്ച് വിശ്രമിച്ചിരിക്കുമ്പോഴേക്കും നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ജോലി. ഓക്കെ, അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഇതുവരെയുള്ള പുരോഗതി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. മതിയോ, ഇത് കണ്ട ഇത്രയും ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പണിയായുധങ്ങളൊക്കെ മഴ നനഞ്ഞവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതാ ഈ പോർഷൻ, ആ പോർഷൻ കൂടിയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടി ഫിനിഷ് ചെയ്തിട്ട് ബാക്കി കാണാം. ബൈ. മഴക്കാലമാണ്, അതുകൊണ്ട് ഈ മഴ ഇപ്പോൾ മാറി നിൽക്കുന്നത് കണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് മടങ്ങി വരും മഴ. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പണി ഫിനിഷ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. ഇപ്പോൾ തട എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ, അത് ഒരു മുട്ടപ്പഴം എന്ന് പറയും. മുട്ടപ്പഴം, അത് നമ്മുടെ നാട്ടിൽ മുട്ടപ്പഴം എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല.
അങ്ങനെ മുട്ടപ്പഴത്തിൻ്റെ മരത്തിന് തടെടുത്തു. അതിനുശേഷം ഒരു വാളംപുളി മരം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അതിനും തടെടുത്ത് ഏകദേശം ഫിനിഷ് ചെയ്ത് വരുമ്പോഴാണ് ഗൈസ് വീണ്ടും അത് സംഭവിച്ചത്. മഴ. ഗൈസ് നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ്. തൽക്കാലത്തേക്കെങ്കിലും മഴ മാറിയിട്ടുണ്ട്. വാ. അങ്ങനെ നമ്മുടെ 1ാം റൗണ്ടും 2ാം റൗണ്ടും മഴയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ വീണ്ടും പണി പൂർവാധികം ശക്തിയോടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ കാലാവസ്ഥ മാറി മാറി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും ടൈം ഹൈപ്പർ ലാപ്സ് വീഡിയോയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വെയിൽ മങ്ങിത്തെളിഞ്ഞ് നിൽക്കുന്നത് കണ്ട. അപ്പോൾ ഒരു 1/4 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് കാലാവസ്ഥ മാറി മാറി വരുന്നത്. അപ്പോൾ നമ്മുടെ പണി എത്രത്തോളം ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പില്ല. എന്നാലും നമ്മൾ എന്താ പറയുക, നമ്മുടെ ആത്മവിശ്വാസം ഒട്ടും ചോരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മഴ പെയ്താലും നമ്മൾ ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യും. അതായിരിക്കും നമ്മുടെ ടാർഗറ്റ്. ബട്ടർ ഫ്രൂട്ട് നമ്പർ 1, ബട്ടർ ഫ്രൂട്ട് നമ്പർ 2, വാഴ. ഇത് മുട്ടപ്പഴം എന്ന് പറയും. ഇംഗ്ലീഷ് പേര് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ മുട്ടപ്പഴം. ഇത് വാളംപുളി. നമ്മൾ കറിക്കും ചുമ്മാ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യില്ലേ, അതാണ് വാളംപുളി. ഇതൊരു സ്പെഷ്യൽ മരമാണ് ഗൈസ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹിൻ്റായിട്ട് തോന്നിയേക്കാം. ഇതൊരു ഹിൻ്റാണ്, അതായത് കറുകപ്പട്ട. ഇത് ഞങ്ങൾ നട്ടതാണ്. ഒരു 5-6 വർഷത്തെ പഴക്കമുള്ളൂ. ഇത് നമുക്കിത് അങ്ങോട്ടേക്ക് കുറച്ച് സ്ഥലം കൂടി ബാക്കിയുണ്ട്. അതുകൂടി ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണ്? അതുകൂടി ഫിനിഷ് ചെയ്യല്ലേ? ബാ. തൽക്കാലത്തേക്കാണെങ്കിലും ഈ കാലാവസ്ഥയൊക്കെ നമുക്കൊന്ന് അനുകൂലമായിട്ടുണ്ട്. മഴയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നല്ല ക്ഷീണം ഫീൽ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല കേസ്, നമ്മൾ 2-3 മണിക്കൂറായി നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടികളൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ക്ഷീണമൊക്കെ ഒന്ന് ഫീൽ ചെയ്യുന്നത് പോലെ എവിടേക്കോ. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് പൂർവാധികം ശക്തിയോടെ തന്നെ പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ അവസാനവട്ട ജോലികളിലേക്ക് കടന്നിരിക്കുകയാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സ്കൂളിലെയും കോളേജിലെയും കുട്ടികൾ അതുവഴി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ രാവിലെ സ്കൂളിലും കോളേജിലും പോകുന്ന സമയത്ത് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തതാണ്. അവർ അവരുടെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചെത്തി. പക്ഷെ നമ്മളിപ്പോഴും പറമ്പിൽ തന്നെ. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ തളരില്ല എന്ന് ഉറക്കെ വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പണി തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇനി മഴ പെയ്താൽ പോലും നമ്മൾ കയറി പോകത്തില്ല, ഫിനിഷ് ചെയ്യാണ്ട് പോലെ. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ പണിയുടെ ആ അവസാന ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു നമ്മൾ. ഇനി ഒരു 10% മാർക്ക് കൂടി നമുക്ക് ഫിനിഷ് ചെയ്യാൻ ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് അത്രയും കോൺഫിഡൻസോടെ മഴ പെയ്താലും മഴ നനഞ്ഞിട്ടായാലും ഇന്നത്തെ പണി തീർക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഗൈസ്, മഴയാണ് ഗൈസ്, എന്നാലും നമ്മൾ വിട്ടുകൊടുത്തില്ല. 3 തവണത്തെ മഴയ്ക്ക് ശേഷം നമ്മൾ വിട്ടുകൊടുക്കാതെ നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. വാ, ഞാൻ കാണിച്ചു തരാം. അവള് മുകളിൽ നിന്നിട്ട് നല്ല ഒച്ചപ്പാടാണ്. കയറി വാ മഴ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്നാലും നമ്മൾ ഏറ്റെടുത്ത് പണി ഫിനിഷ് ചെയ്യാൻ ഇങ്ങനെ കയറി പോകാൻ. നമ്മുടെ പണി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. Guys, yay! Woo! Boleh. കർഷകനല്ലേ മേഡം, കളപ്പറക്കെ ഇറങ്ങിയതാ. എന്താ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ. സീ യു. നല്ല മഴ. ഒന്ന് നനയട്ടേട്ടോ. ബൈ.